നമ്മുടെ മാത്തുച്ചായൻ അതീവ സന്തുഷ്ടനായിരിക്കുകയാണ്. കാരണം വിജയ് ജോസഫ് എന്ന സിനിമാ നടൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ സന്തോഷം ഒരു ക്രൈസ്തവൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളിടത്താണ്. കാരണം അദ്ദേഹത്തിന്റെ മോഹം ഇവിടെയെങ്ങും ഒതുങ്ങുന്നില്ല. ഇന്ത്യയെ ഒന്നായി ഇവാഞ്ചലൈസ് ചെയ്ത് ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കണം എന്നുള്ളതാണ് അച്ചായന്റെ മോഹം. ട്രംപ് ലോകത്തിലെ നമ്പർ 1 ഇവാഞ്ചലിസ്റ്റ് ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ട്രംപ് മോഡിയോട് വലിയ സൗഹൃദമൊക്കെ കാണിച്ചത് തന്റെ സ്വാധീനം ഉപയോഗിച്ച് മോദിയെ പാക്കറ്റിലാക്കി ഇന്ത്യയെ ഇവാഞ്ചലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാര്യം മനസ്സിലാക്കിയ മോദിജി പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. ട്രംപിന്റെ ഭീഷണികളെയൊക്കെ അദ്ദേഹം അങ്ങ് അവഗണിച്ചു കളഞ്ഞു. അതൊക്കെ അച്ചായനെ വല്ലാതെ ചൊടിപ്പിച്ചു. അച്ചായൻ പറഞ്ഞു, ട്രംപിനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, ട്രംപ് വിചാരിച്ചാൽ ഇന്ത്യയെ തൊലച്ചു കളയാൻ കഴിയും എന്നൊക്കെയാണ്. പിന്നെ അച്ചായൻ വേറൊരു വാദം മുന്നോട്ട് വെച്ചു. രാഹുൽ വിൻസി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം, കാരണം ലോക പോലീസായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ്. രാഹുൽ വിൻസി ക്രിസ്ത്യാനിയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി എന്ന വ്യാജനാമത്താൽ നടക്കുന്ന രാഹുൽ വിൻസി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ അങ്ങനെ ട്രംപ് ഇങ്ങോട്ട് ഒലത്തി തരും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ. പക്ഷെ ഇപ്പോൾ അച്ചായൻ്റെ മോഹത്തിനൊരു ഭംഗമേൽക്കുമോ എന്നുള്ളൊരു സംശയം. ഈ വിജയ് ജോസഫിന് ഭൂരിപക്ഷമില്ല. അപ്പോൾ ഭൂരിപക്ഷമില്ലാതെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ഒക്കില്ലല്ലോ. തൻ്റെ ഇടമുള്ള ആണത്വമുള്ള ഒരാളാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഗവർണർ. ആരുടെയും പിച്ചിലാട്ടമൊന്നും അവിടെ നടക്കത്തുമില്ല. ഈ ഒരു സന്ദർഭത്തിൽ BJP വളരെ വളരെ നിർണായകമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. DMK-യുമായിട്ട് ബന്ധപ്പെടുന്നു, ADMK-യുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ 2 DMK-കളെയും ഒരുമിച്ച് കൊണ്ടുവന്ന BJP-യും കൂടെ ചേർന്ന് തമിഴ്നാടിൻ്റെ ഭരണം സുശക്തമായ കൈകളിൽ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ BJP. അത് വിജയിക്കുക തന്നെ ചെയ്യും. DMK ഒരു സമയത്ത് BJP-യുടെ ഘടകകക്ഷിയായിരുന്നു. AIDMK BJP-യുടെ ഘടകകക്ഷിയായിരുന്നു. അങ്ങനെ ഈ 2 DMK-കളും BJP-യുടെ സഖ്യകക്ഷികളാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഈ 2 കക്ഷികളിലെയും നേതാക്കന്മാരുമായി നല്ല സൗഹൃദം പുലർത്തുന്നയാളാണ്. അദ്ദേഹത്തിന്റെ മുൻപിൽ അവർക്ക് യാതൊരുവിധ എതിരഭിപ്രായങ്ങളുമില്ല. അദ്ദേഹത്തെ വളരെയേറെ ആദരിക്കുന്ന ആൾക്കാരുമാണ് AIDMK-യിലെയും DMK-യിലെയും നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം. ഇപ്പോൾ ജോസഫ് നമ്മുടെ മാത്യു സാറ് പറയുന്നത് AIDMK-ക്ക് MLA-മാരെ കുറെ കിട്ടിയല്ലോ, അവരുടെയൊക്കെ ഭൂരിപക്ഷം 500, 300, 700 ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ MLA-മാർക്ക് തങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചൊരു സംശയം തട്ടിയിട്ടുണ്ട്. ഇപ്പം കിട്ടിയ സാധനം പിന്നെ കിട്ടാതെ വന്നു പോകും. അതുകൊണ്ട് ഇനി ജോസഫിനോടൊപ്പം ചേരണം. വിജയ ജോസഫിനോടൊപ്പം ചേർന്നെങ്കിൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടപടലേ AIDMK-യുടെ MLA-മാരെല്ലാം നമ്മുടെ ജോസഫിനോടൊപ്പം ചേരും. അങ്ങനെ വിജയ് ജോസഫ് ഒരു അത്ഭുത പ്രതിഭാസമായി, ഏറ്റവും അധികം ശക്തനായ ഒരു നേതാവായി അങ്ങനെ തമിഴ്നാടിൻ്റെ ഭരണമേറ്റെടുത്ത് അവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ ക്രൈസ്തവൽക്കരിച്ച് അതൊരു ക്രൈസ്തവ സംസ്ഥാനമാക്കി മാറ്റും എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം സഫലമാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ആകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അച്ചായ ഇതിനൊക്കെ വാങ്ങിവെച്ച വെള്ളം അങ്ങ് മാറ്റിയേരെ, അല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാര്യമല്ല. ഇത് ഇന്ത്യയാണ് അച്ചായ. അച്ചായ എത്ര ക്രൈസ്തവ രാഷ്ട്രങ്ങളുണ്ട്. അവിടെയൊക്കെ ക്രിസ്ത്യാനി ആ നാട്ടുകളിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെ പോയി അവരെയൊക്കെ തിരിച്ച് ക്രൈസ്തവ മതത്തിൽ കൊണ്ടുവന്ന ആ രാഷ്ട്രങ്ങളൊക്കെ ക്രൈസ്തവ രാഷ്ട്രമാക്കി ശക്തമാക്കൂ, മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ. അല്ലാതെ ഈ ഇന്ത്യയെ കടന്ന് പാവപ്പെട്ട ഈ ഹിന്ദുക്കളെയൊക്കെ വ്യാജമായ പ്രചരണങ്ങളുടെ മതം മാറ്റി ക്രൈസ്തവ രാഷ്ട്രമാക്കാൻ നടക്കുന്ന അച്ചായൻ്റെ മറ്റ് ആൾക്കാരുടെയും ഒക്കെ ശ്രമമൊന്നും ഇന്ത്യയിൽ വിജയിക്കില്ല അച്ചായ.